അപ്പോൾ ഭഗവതിയെ പൂജിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രാപിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിനമാണ് ഈ കാർത്തിക ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിനത്തിൻ്റെ ആ ഐതിഹ്യത്തെ ഉൾക്കൊണ്ട് വേണം വന്ന് അമ്പലത്തിൽ പോകുവാനൊക്കെ ആയിട്ട്. അത് പോയി വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് നമ്മുടെ സാധാരണ കുടുംബകാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കന്ന് ഭഗവതിക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം എടുത്തിട്ട് അന്നൊക്കെ എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്ന അമ്മമാർ 13 അധ്യായമുള്ളൂ. ദേവി മഹാത്മ്യം പൂർണ്ണമായി പൂർത്തിയാക്കുക, ദേവി കവചം വായിച്ച് പൂർത്തിയാക്കുക, അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുക, ദേവി കീർത്തനങ്ങൾ ധാരാളം ജപിക്കുക, ദേവി നാമങ്ങൾ ധാരാളം ജപിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് വളരെ ഗംഭീരമാണ്. അന്ന് 1-1.5 മണിക്കൂർ നാമജപാദികൾ ചെയ്യാമെങ്കിൽ അത് ഗംഭീരമാണ്. ദേവിക്ക് പ്രാധാന്യം കൊടുത്ത് ഇന്ന് കാർത്തികയാണല്ലോ എന്ന് പറഞ്ഞ് വൈകുന്നേരം വന്ന് കുളിയിൽ